എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് രാവിലത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് പുട്ടാണ്. പുട്ടടുപ്പിലോട്ട് ആക്കിയിട്ടുണ്ട്. പുട്ടിന് കോമ്പിനേഷനായിട്ട് അമ്മയിന്ന് ചിക്കൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ എനിക്ക് ചിക്കൻ കറി വേണ്ടാത്തത് കൊണ്ട് ഞാൻ വേറൊരു കറി വെക്കാമെന്ന് വെച്ചു. പക്ഷേ ഈ കറി എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. പപ്പടവും ചെറുപയറും ഒക്കെ കൂട്ടി പുട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കറി ഇഷ്ടമാകും. അതിനായിട്ട് നമ്മൾ പപ്പടം ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്കൊരു മുട്ട വേണം. മുട്ട നമ്മൾ പുഴുങ്ങിയല്ല കേട്ടോ എടുക്കുന്നത്, പച്ചയ്ക്ക് തന്നെയാണ്. പിന്നെ കുറച്ച് തക്കാളി, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് ഇത്രയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിയതിന് ശേഷം ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റുവാണ്. നമ്മളിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല ഇത്രയും ചേർത്താണ് വഴറ്റുന്നത്. കുറച്ച് ചാറ് പോലെ വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയ ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കും. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പപ്പടവും കൂടെ അതിനകത്തേക്കാക്കി എല്ലാം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യും. 5 പപ്പടം എടുത്തിട്ടുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള സവാളയും തക്കാളിയൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഓരോ സാധനങ്ങളും എടുക്കുക. അപ്പം നമ്മുടെ ആ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കൂട്ടി പുട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുട്ടും ചെറുപയറും പപ്പടവും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ കറി ഉറപ്പായിട്ടും ഇഷ്ടമാകും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കോമ്പിനേഷൻസൊക്കെ മാറ്റാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനിന്നുണ്ടാക്കി ഈ ഒരു കറി വെച്ചിട്ട് നമുക്ക് തേങ്ങയ്ക്ക് പകരം ഇത് പുട്ടിൽ ആഡ് ചെയ്ത് അങ്ങനെയും ഡയറക്റ്റ് ഉണ്ടാക്കാം. പിന്നെ എക്സ്ട്രാ വേറെ കറി വേണമെങ്കിൽ നമുക്കതിൻ്റെ കൂടെ നോൺ വെജ് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും മാത്രമാണ് കേട്ടോ കഴിക്കുന്നത്. അധികം ചാറില്ലാതെയാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.